ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നവരാണ് നമ്മളിൽ പലരും. സ്വന്തമായ മൊബൈൽ ഫോണുള്ളപ്പോൾ, അത്യാവശ്യം നല്ല മെഗാ പിക്സലൊക്കെ ഉള്ള നല്ല ക്യാമറ ഉള്ളൊരു മൊബൈൽ ഫോണുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു DSLR ക്യാമറ വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു മിറർലെസ് ക്യാമറ വാങ്ങണമെന്ന് മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. മൊബൈൽ ഫോട്ടോഗ്രാഫി, DSLR ഫോട്ടോഗ്രാഫി രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് കൺവീനിയൻസ്, ക്വാളിറ്റി എന്നീ രണ്ട് ടേംസ് ആണ്. മൊബൈൽ ഫോണിൽ അത്രയും കൺവീനിയൻ്റ് ആയിട്ടൊരു DSLR ക്യാമറ അല്ലെങ്കിൽ ഒരു മിറർലെസ് ക്യാമറ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതോടൊപ്പം തന്നെ DSLR ക്യാമറയുടെ അത്രയും ഫോട്ടോ ക്വാളിറ്റി തരുന്ന അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി തരുന്ന ഒരു മൊബൈൽ ഫോണും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ, മൊബൈൽ ഫോണിൻ്റെയും DSLR ക്യാമറയുടെയും രണ്ടിൻ്റെയും സെൻസറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സെൻസർ സൈസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും DSLR ക്യാമറയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഫിസിക്കൽ സൈസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫിസിക്കലി സൈസ് വളരെ കുറവായിരിക്കും. ഒരു 48 മെഗാ പിക്സലിൻ്റെ അല്ലെങ്കിൽ ഒരു 48 മെഗാ പിക്സലിൻ്റെ ഒരു മൊബൈൽ ഫോണിലെടുത്ത ഫോട്ടോനേക്കാൾ വളരെ നല്ല മികച്ച റിസൾട്ട് കിട്ടും നമുക്ക് 24 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ, ഒരു DSLR ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, മൊബൈൽ ഫോണിലെ മെഗാ പിക്സൽ അഥവാ മില്യൺ പിക്സൽസ് കൂടുതലുണ്ട്. 48 മെഗാ പിക്സലുണ്ട് അഥവാ മെഗാ പിക്സൽ കൂടിയത് കൊണ്ട് ഫോട്ടോ ക്വാളിറ്റി നന്നായിക്കൊള്ളണമെന്നില്ല. മൊബൈൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിക്സലിൻ്റെ സൈസ് ചെറുതായിരിക്കും. DSLR ക്യാമറയെ വെച്ച് നോക്കുമ്പോൾ ഓരോ പിക്സലിൻ്റെയും സൈസ് ചെറുതായിരിക്കും. അപ്പോൾ പിക്സൽ സൈസും എന്ന് പറയുന്നത് എന്താണ്, ഫോട്ടോ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ ഒരുപാട് മെഗാ പിക്സൽ കൂടി, 48, 64, 108 മെഗാ പിക്സൽ, കുറേ മെഗാ പിക്സൽ കൂടി എന്നുള്ളത് കൊണ്ട് ഫോട്ടോ നന്നായിക്കൊള്ളണം അല്ലെങ്കിൽ നല്ല ക്യാമറ ആയിക്കൊള്ളണം എന്നുള്ളതല്ല അതിൻ്റെ ഒരു കാര്യം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ DSLR ക്യാമറയുടെ ഈ കൂടിയ അല്ലെങ്കിൽ സൈസ് കൂടിയ പിക്സലുകൾ കൂടുതൽ റെസ്പോൺസീവ് ആണ്. ലൈറ്റുമായിട്ട് കൂടുതൽ റെസ്പോൺസീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും എന്നതാണ് DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ. മെഗാ പിക്സൽ മറ്റേ 48 മെഗാ പിക്സലുകൾ കുറവാണെങ്കിലും DSLR എടുത്ത ഫോട്ടോ നന്നാവുന്നതിനുള്ള മെയിൻ റീസൺ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിലും നമ്മൾ 24 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ നമ്മൾ എടുത്തു, എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇട്ട് കഴിഞ്ഞാലും അത് കംപ്രസ് ചെയ്യും. ഒരുപാട് ചെറിയൊരു മെഗാ പിക്സലിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്രസ് ചെയ്യുന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഒരുപാട് മെഗാ പിക്സൽ കൂടിയത് കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോസൊക്കെ കംപ്രസ് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിക്സൽ സൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, പിക്സൽ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫോട്ടോ ക്വാളിറ്റി കൂടുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ കൂടിയ വലുപ്പത്തിൽ പ്രിൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. മൊബൈൽ ഫോണിലെ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്നത് പോലെയല്ല, DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ് പിക്സൽ സൈസ് കൂടുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്സൽ സൈസ് തന്നെയാണ് മൊബൈൽ ഫോണിലെ ഫോട്ടോ നമ്മൾ സോഫ്റ്റ്വെയറുകൾ നമ്മൾ മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് അഥവാ സോഫ്റ്റ്വെയറിലൊക്കെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ഇപ്പോൾ സ്നാപ്സീഡ്, പിക്സാർട്ട് പോലുള്ള സോഫ്റ്റ്വെയറുകളിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റിങ്ങിന് അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ ഡാറ്റ അല്ലെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ട് നമുക്ക് പറയാനുള്ളത്. വലിയ രീതിയിൽ നഷ്ടപ്പെടില്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്വാളിറ്റി ലോസ് എങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. അതാണ് നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത ഫോട്ടോസ്. അതും പിക്സൽ സൈസ് തന്നെയാണ് അതിനൊരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ DSLRലാണെങ്കിൽ നമുക്ക് റോ ഫയൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. റോയിൽ ഇട്ടുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. നമുക്കതിൻ്റെ ഒരു എക്സ്പോഷർ മാറി കഴിഞ്ഞാൽ ഒപ്റ്റിമം എക്സ്പോഷർ ആക്കുന്നതിനൊക്കെ തന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് റോ ഫോർമാറ്റ്. എങ്കിലും ചില ഫോണുകളൊക്കെ തന്നെ റോ ഫോർമാറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഫോട്ടോസൊക്കെ തന്നെ. പിന്നെ ഫർദർ സിസ്റ്റത്തിലൊക്കെ എഡിറ്റ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അതിൻ്റെ പിക്സൽ സൈസ്, സെൻസറിൻ്റെ സൈസും പിക്സൽ സൈസും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എഡിറ്റിങ്ങിനായാലും വലുതാക്കി പ്രിൻറ്റ് ചെയ്യുന്നതിനായാലും. ഇമേജ് സെൻസറിൻ്റെ കാര്യത്തോടൊപ്പം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ലെൻസ് എന്ന് പറയുന്നത്. ഫോട്ടോ ക്വാളിറ്റിയെ സ്വാധീനിക്കുന്നതിൽ മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ് ലെൻസും. അപ്പോൾ ഏതൊരു ക്യാമറയിലും, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, DSLR ആയിക്കോട്ടെ, മിറർലെസ് ആയിക്കോട്ടെ, ഏതൊരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെൻസുകൾ കാണാനായിട്ട് സാധിക്കും. മൊബൈൽ ഫോണിലൊക്കെ തന്നെ നമുക്ക് എക്സ്റ്റേണലായിട്ട് വെക്കാൻ സാധിക്കുന്ന ചെറിയ ചെറിയ ലെൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് മൊബൈൽ ഫോൺ ലെൻസുകളിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് ലെൻസുകളിലൊക്കെ തന്നെ ഫോട്ടോ നമുക്ക് സൂം ചെയ്യാനൊക്കെ തന്നെ സാധിക്കുന്ന നല്ല ലെൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ ആ ലെൻസുകളൊക്കെ തന്നെ ലോ ക്വാളിറ്റിയാണ്. അതിൽ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചീപ്പായിട്ടുള്ള ലെൻസുകളാണ്. ചീപ്പ് മീൻസ് വില കുറഞ്ഞ ലെൻസുകളാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ക്യാമറകളുടെ ലെൻസുകൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു ലെൻസുകളൊക്കെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച നല്ല വില കൂടിയ ലെൻസുകളാണ് നമ്മൾ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡൗൺ സ്കെയിൽ ചെയ്ത് പറയുകയല്ല. മൊബൈൽ ഫോണിലെ ലെൻസുകൾ കമ്പാരിറ്റീവ്ലി അങ്ങനെയാണ്. DSLR ക്യാമറ ലെൻസുകൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലോ ക്വാളിറ്റിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ലെൻസുകളുടെ കാര്യം നോക്കുകയാണെങ്കിലും അത് ക്യാമറയിലെ ലെൻസുകളായിരിക്കും കൂടുതൽ നല്ലത്. നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അത് രണ്ടും തമ്മിൽ. അത്രയും ഡിഫറൻസ് ഉണ്ട് രണ്ട് ലെൻസുകൾ തമ്മിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ സൂം എന്നുള്ളൊരു ഓപ്ഷൻ മൊബൈൽ ഫോണിലെ ലെൻസുകളിൽ ചില ലെൻസുകളിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. എങ്കിൽ കൂടി നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്യാൻ സാധിക്കുക നമുക്ക് DSLR ക്യാമറകളിലാണ്.
ബൈ ഡിഫാൾട്ട് നമ്മൾ മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ ഡിജിറ്റൽ സൂം മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ഡിജിറ്റൽ സൂം ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പിന്നെയും കുറയുള്ളൂ. ആ ഡിജിറ്റലിയാണ് അതിൻ്റെ സൂം നടക്കുന്നത്, അഥവാ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയാണ് സൂം ചെയ്യുന്നത്. സോ ആ ഒരു ക്വാളിറ്റി പിന്നെയും കുറയുകയാണ് ചെയ്യുക. എന്നാൽ നമ്മൾ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറയിൽ നമ്മൾ ഒപ്റ്റിക്കൽ സൂം ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് ആ ഒരു ലൈറ്റ് വരുന്ന ലൈറ്റ് സെയിം ആണ്. സോ ഒപ്റ്റിക്കൽ സൂമിൽ നമുക്ക് ഒരു ക്വാളിറ്റി ലോസും ഫീൽ ചെയ്യില്ല. നമ്മൾ നേരിട്ട് ഒരു 70-300 ലെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ 70 mm എടുത്താലും 300 mm എടുത്താലും ക്വാളിറ്റി സെയിം ആയിരിക്കും, വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ അതുതന്നെയാണ് ക്യാമറയിലുള്ള ലെൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നത്. ഇപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു, ഇമേജ് സെൻസർ, ലെൻസ് പോലുള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു. ഇനി നമ്മളിത് കേട്ടിട്ടൊരു സ്റ്റേജ് ഉണ്ട്, ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. നമ്മുടെ ഇമേജ് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജ്. നമ്മൾ ജസ്റ്റ് ഐഫോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഐഫോണിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഐഫോൺ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസായാലും വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ട് തരുന്ന ക്യാമറകളാണ് ഐഫോണിലെ ക്യാമറാസ് നമുക്ക് പറയാൻ സാധിക്കും. വളരെ മികച്ച ഫോട്ടോസ്, ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന നല്ല റിസൾട്ട് തരുന്ന ഫോട്ടോസാണ് ഐഫോൺ എടുക്കുന്നത്. അപ്പോൾ ഐഫോണിൻ്റെ കാര്യം നമുക്കറിയാം, 12 മെഗാപിക്സലാണ് അതിൻ്റെ ക്യാമറയിലുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന മാനിപ്പുലേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ബാക്ക് എൻഡ് മാനിപ്പുലേഷൻ തന്നെയാണ്. ആ ഒരു ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ വളരെ മികച്ച രീതിയിലുള്ളതാണ്, വളരെ മികച്ച പ്രോസസ്സിംഗ് ആണ് ആക്ച്വലി അതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ DSLRൽ നമ്മൾ എടുത്തൊരു ഫോട്ടോ അതന്നെ നമ്മൾ ഐഫോണിൽ എടുത്തു കഴിഞ്ഞാലും കൂടുതൽ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുള്ളത് കൊണ്ട് നല്ല മികച്ച റിസൾട്ട്, DSLR ക്യാമറയേക്കാൾ മികച്ചൊരു റിസൾട്ട് നമുക്ക് തരിക ഐഫോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ക്യാമറകളിലെ ചെറിയ ചെറിയ സെൻസറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് അൽഗോരിതംസ് ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ അവർ ഫീഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ഏകദേശം എല്ലാ മൊബൈൽ ഫോണുകളിലും ഏറ്റവും നല്ല മികച്ച റിസൾട്ട്, ഏറ്റവും ഗുഡ് റിസൾട്ട് തന്നെയാണ് നമുക്ക് പ്രോസസ്സ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. കൂടുതൽ സന്ദർഭങ്ങളിൽ 95 അല്ലെങ്കിൽ 90% സന്ദർഭങ്ങളിൽ നമുക്ക് മികച്ച രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് ആ ഒരു അൽഗോരിതം നമുക്ക് തരിക എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഐഫോണിൽ എടുക്കുന്നത്. ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി മെയിനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബാക്ക് എൻഡ് മാനിപ്പുലേഷൻ ആണ് ആ ഒരു ഫോട്ടോയെ വളരെ മികച്ച രീതിയിലുള്ളതാക്കുന്നത്. ഇനി നമ്മൾ ലോ ലൈറ്റ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലോ ലൈറ്റിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഗ്രെയിൻസ് കൂടിയ ഫോട്ടോസാണ് നമുക്ക് ലോ ലൈറ്റിൽ കിട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസർ സൈസ് എന്ന് പറയുന്നത് ലോ ലൈറ്റിനെ വളരെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സെൻസർ സൈസ് DSLR ക്യാമറകളേക്കാൾ കുറവാണ് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ എന്ന് പറഞ്ഞു. എങ്കിലും ഗ്രെയിൻസ് അത്യാവശ്യം ഒരു കുറഞ്ഞ ഫോട്ടോസ് കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ വർക്ക് തന്നെയാണ്. സോഫ്റ്റ്വെയറിൽ നടക്കുന്ന ഒരു വർക്കിംഗ് ഒക്കെ തന്നെ അതിൻ്റെ ഗ്രെയിൻസ് കുറേയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ DSLR ക്യാമറകളാണെങ്കിൽ മുൻകാല DSLRകൾ അത്ര ലോ ലൈറ്റിൽ നന്നായി പെർഫോം ചെയ്യുന്നില്ല. എങ്കിലും ഇപ്പോൾ നല്ല ISO റേഞ്ച് കൂടിയ നല്ല DSLRകൾ മികച്ച ലോ ലൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെന്നാണ് പ്രത്യേകത. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതിൻ്റെ നമ്മുടെ ബാക്കെൻഡിൽ നടക്കുന്ന വർക്കാണ് മൊബൈൽ ഫോണിലെ ഫോട്ടോസ് കൂടുതൽ ഭംഗിയാക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ DSLR എടുക്കുന്ന ഫോട്ടോസിന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അഥവാ എഡിറ്റിംഗ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അതൊക്കെ ചെയ്താൽ തന്നെയാണ് ഈ ഫോട്ടോസൊക്കെ തന്നെ കുറച്ചുകൂടി മികച്ച രീതിയിൽ നമുക്ക് ആക്കാനായിട്ട് സാധിക്കുള്ളൂ, DSLR എടുക്കുന്ന ഫോട്ടോസൊക്കെ തന്നെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൊബൈൽ ഫോണിലെ ഫോട്ടോസ് നമ്മൾ ജസ്റ്റ് ഒരു ഫിൽറ്റർ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്നാപ്സീഡിലൊക്കെ തന്നെ ചെറിയ ചെറിയ ഫിൽറ്ററുകൾ ഇട്ടാൽ കൂടി അത് ഫോട്ടോയുടെ ക്വാളിറ്റിയെ ബാധിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഫോട്ടോ ക്വാളിറ്റിയെ കുറയ്ക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഒരു ഫാക്ടറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബൊക്കെ എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുന്നത്, അഥവാ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ്സിനാണ് നമ്മൾ ബൊക്കെ എന്ന് സിമ്പിളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും കൂടുതൽ മികച്ച ബൊക്കെ നമുക്ക് തരാനായിട്ട് സാധിക്കും DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾക്കാണ്. അപ്പോൾ ഈ ബൊക്കയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ ഒപ്റ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ ഫോക്കൽ ലെങ്ത്ത്, അതിൻ്റെ അപ്പേർച്ചർ, അതൊക്കെയാണ് അതിൻ്റെ ഒരു ബൊക്കയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയാൻ സാധിക്കും. കുറഞ്ഞ F നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല ബൊക്കയായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ നല്ല കൂടിയ ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ബൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ലെൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബൊക്കെ തരുന്നതിൽ. എന്നാൽ നമ്മൾ മൊബൈൽ ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് നമുക്ക് കാണാൻ സാധിക്കും മൊബൈൽ ഫോണിലൊക്കെ തന്നെ. അതിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോനെ അവർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്, സോഫ്റ്റ്വെയർ മാനിപ്പുലേഷനാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. കറക്റ്റ് നമ്മുടെ ബോഡി സബ്ജക്റ്റിനെ അവർ ട്രാക്ക് ചെയ്തുകൊണ്ട് അതിലുള്ള അൽഗോരിതംസ് ഒക്കെ തന്നെ വർക്ക് ചെയ്ത് ഇതാണ് ബോഡി, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ബ്ലറാക്കുന്ന സോഫ്റ്റ്വെയർ വർക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചെറിയ വില കുറഞ്ഞ മൊബൈൽ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ എഡ്ജസ് ഒക്കെ തന്നെ ഒട്ടും കറക്റ്റ് ആയിരിക്കില്ല. എങ്കിലും ഐഫോണിലൊക്കെ തന്നെ ഏറെക്കുറെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പോർട്രേറ്റ് കിട്ടും, എങ്കിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാൽ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ലെൻസും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒപ്റ്റിക്കലി അതൊരു കറക്റ്റ് സംഭവമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻ ഒന്നും തന്നെയില്ല. സോ നല്ല മികച്ച പെർഫെക്റ്റ് ബൊക്കെ നമുക്ക് DSLR ക്യാമറയിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങണോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ മൊബൈൽ ഫോട്ടോഗ്രാഫിയും DSLR ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഫോട്ടോഗ്രാഫി തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പുതിയ ക്യാമറ വാങ്ങണോ എന്ന ക്വസ്റ്റ്യൻ ആൻസർ
ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോൺസോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ക്യാമറകളൊക്കെ തന്നെ എവരിഡേ ഗെറ്റിംഗ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്റ്റിക്കലിയുള്ള ക്യാമറാസൊക്കെ അല്ലെങ്കിൽ ലെൻസുകൾ, ഒപ്റ്റിക്കൽ സൂമൊക്കെ തന്നെയുള്ള ക്യാമറകൾ വന്നു തുടങ്ങി. വളരെ മികച്ച രീതിയിലുള്ള ടെക്നോളജി ഡെയിലി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ കാനോൺ, സോണി, നിക്കോൺ, ഫുജി ഫിലിം പോലുള്ള കമ്പനികളൊക്കെ തന്നെ മികച്ച ക്യാമറകൾ ആ ഒരു ഏരിയയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ സീരിയസ്ലി ഫോട്ടോഗ്രാഫി എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്യാമറ വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. അത്യാവശ്യം പൈസ മുടക്കിയിട്ടാണെങ്കിൽ കൂടി അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ക്യാമറ വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്ന് പറയാനായിട്ടുള്ളത്. സോ മോളി പറഞ്ഞ പോയിൻറ്റ്സൊക്കെ തന്നെ കൺസിഡർ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനാണ് പറയാനായിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.